നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഷീല കുരാക്കാർ. പ്രൊഫസർ ടി.കെ. ഉമ്മൻ അന്തരിച്ചു. UV വികിരണത്തോത് അപകടകരമായ നിലയിൽ കൂടുതൽ. വിമാന ടിക്കറ്റ് അധിക ചാർജില്ലാതെ 48 മണിക്കൂർ വരെ റദ്ദാക്കാം, തീയതി മാറ്റാം. ജല അതോറിറ്റി ടൂറിസം രംഗത്ത്. ഡോക്ടർമാരുടെ സമരം ഇന്ന് ശക്തമാക്കും. ബിൽമ പുതിയ ഉൽപ്പന്നങ്ങൾ പുറത്തിറക്കും. വാർത്തകൾ വിശദമായി. പ്രൊഫസർ ടി.കെ. ഉമ്മൻ അന്തരിച്ചു. പ്രശസ്ത സാമൂഹ്യ ശാസ്ത്രജ്ഞൻ പ്രൊഫസർ ടി.കെ. ഉമ്മൻ അന്തരിച്ചു. ആലപ്പുഴ വെൺമണി തറയിലത്ത് കീരിക്കാട്ട് കുടുംബാംഗമാണ്. ഡൽഹി ജവഹർലാൽ നെഹ്റു സർവകലാശാലയിലെ സെന്റർ ഫോർ ദ സ്റ്റഡി ഓഫ് സോഷ്യൽ സിസ്റ്റംസിൽ പ്രൊഫസർ ആയിരുന്നു. ഡൽഹി സർവകലാശാലയിലും പഠിപ്പിച്ചിരുന്നു. സാമൂഹ്യ ശാസ്ത്രജ്ഞൻ എന്നതിന് പുറമെ എഴുത്തുകാരൻ, അധ്യാപകൻ തുടങ്ങി വിവിധ മേഖലകളിലെ സംഭാവനകൾ കണക്കിലെടുത്ത് 2008 രാജ്യം പത്മഭൂഷൺ നൽകി ആദരിച്ചു. ഫ്രം ഭാരത് ടു ഇന്ത്യ ആൻഡ് അക്കാദമിക്സ് ജേർണി എന്ന ആത്മകഥ ഉൾപ്പെടെ ഒട്ടേറെ പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 12:30 സഫ്ദർജംഗ് എൻക്ലേവ് ജെറുസലേം മാർത്തോമാ പള്ളിയിലെ ശുശ്രൂഷകൾക്ക് ശേഷം 3:30 തുക്കഗ്ലബാദ് സെന്റ് തോമസ് സെമിത്തേരിയിൽ സംസ്കാരം. ഭാര്യ തിരുവനന്തപുരം കുമാരപുരം തേക്കാട്ടൻ ജോസഫി. UV വികിരണത്തോത് അപകടകരമായ നിലയിൽ കൂടുതൽ. കേരളത്തിൽ വിവിധയിടങ്ങളിൽ വേനൽ മഴ ലഭിക്കുന്നുണ്ടെങ്കിലും അൾട്രാ വയലറ്റ് വികിരണത്തിന്റെ തോതിൽ കാര്യമായ കുറവില്ല. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം പല ജില്ലകളിലും UV നിരക്ക് അപകടകരമായ നിലയിൽ തുടരുകയാണ്. മഴമേഘങ്ങൾ താൽക്കാലിക ആശ്വാസം നൽകുന്നുണ്ടെങ്കിലും ആകാശം തെളിയുന്നതോടെ വികിരണത്തിന്റെ തോത് വേഗത്തിൽ ഉയരുകയാണ്. ഇടുക്കി ജില്ലയിലെ മൂന്നാറിലും പത്തനംതിട്ടയിൽ കോന്നിയിലുമാണ് ഏറ്റവും ഉയർന്ന UV നിരക്കായ 8 രേഖപ്പെടുത്തിയത്. ഇവിടെ അതീവ ജാഗ്രതാ നിർദ്ദേശമുണ്ട്. ആലപ്പുഴ ചെങ്ങന്നൂർ 7, കോട്ടയം ചങ്ങനാശ്ശേരി 7, പാലക്കാട് തൃത്താല 7, മലപ്പുറം പൊന്നാനി 7, കൊല്ലം കൊട്ടാരക്കര 6, തൃശൂർ ഒല്ലൂർ 6, കോഴിക്കോട് ബേപ്പൂർ 6, വയനാട് മാനന്തവാടി 6 എന്നിവിടങ്ങളിലും ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ നിർദ്ദേശിച്ചു. തുടർച്ചയായി ഉയർന്ന അളവിലുള്ള UV രശ്മികൾ ഏൽക്കുന്നത് സൂര്യാതാപത്തിനും ചർമ്മരോഗങ്ങൾക്കും ഇടയാക്കും. മഴയുണ്ടെങ്കിലും വെയിലത്ത് ഇറങ്ങുമ്പോൾ ജാഗ്രത പുലർത്തണം. വിമാന ടിക്കറ്റ് അധിക ചാർജില്ലാതെ 48 മണിക്കൂർ വരെ റദ്ദാക്കാം, തീയതി മാറ്റാം. വിമാന ടിക്കറ്റ് ബുക്ക് ചെയ്ത് ഇനി 48 മണിക്കൂർ വരെ അധിക ചാർജ് നൽകാതെ റദ്ദാക്കാനും തീയതി മാറ്റിയെടുക്കാനും കഴിയും. മാർച്ച് 26 പുതുക്കിയ ചട്ടം പ്രാബല്യത്തിലാകുമെന്ന് വ്യോമയാന ഡയറക്ടർ ജനറൽ ഉത്തരവിറക്കി. നിലവിൽ 24 മണിക്കൂർ വരെ മാത്രമാണ് ലുക്കിംഗ് ഓപ്ഷൻ എന്നറിയപ്പെടുന്ന ഈ സൗകര്യമുണ്ടായിരുന്നത്. തീരുമാനം ഉപഭോക്തൃ സൗഹൃദമെങ്കിലും ഈ ഇളവ് എയർലൈൻ കമ്പനിയുടെ വെബ്സൈറ്റിലൂടെ നേരിട്ട് ടിക്കറ്റ് എടുക്കുന്നവർക്ക് മാത്രമായിരിക്കും. ഫലത്തിൽ മറ്റ് ബുക്കിംഗ് സൈറ്റുകൾ വഴി എടുക്കുന്ന ടിക്കറ്റുകൾക്ക് ഈ സൗകര്യം ലഭിക്കണമെന്ന് നിർബന്ധമില്ല. നിലവിലുണ്ടായിരുന്ന ചട്ടത്തിൽ ബുക്കിംഗ് ഏത് തരത്തിലാണെന്ന് നിഷ്കർഷിച്ചിരുന്നില്ല. ബുക്കിംഗ് തീയതി കഴിഞ്ഞ് 7 ദിവസം വരെയുള്ള ഫ്ലൈറ്റുകൾക്ക് ലുക്കിംഗ് ഓപ്ഷൻ നിലവിൽ ലഭ്യമായിരുന്നില്ല. ഇതിലും DGCA മാറ്റം വരുത്തി. ആഭ്യന്തര സർവീസുകളെങ്കിൽ ബുക്കിംഗ് ദിവസം മുതൽ 7 ദിവസം വരെയും, രാജ്യാന്തര സർവീസുകളെങ്കിൽ 15 ദിവസം വരെയുമുള്ള യാത്രകളെങ്കിൽ സൗജന്യ റദ്ദാക്കലോ മാറ്റിയെടുക്കൽ സൗകര്യമോ ലഭിക്കില്ല. ടിക്കറ്റ് മാറ്റിയെടുക്കുകയാണെങ്കിൽ പുതിയ വിമാന നിരക്ക് കൂടുതലാണെങ്കിൽ അധികമായിട്ടുള്ള തുക അടയ്ക്കേണ്ടി വരുമെന്ന വ്യവസ്ഥ തുടരും. ടൂറിസം രംഗത്തേക്ക് ജല അതോറിറ്റി. ഇടുക്കിയിൽ ജല അതോറിറ്റി വിനോദസഞ്ചാരികൾക്കായി അതിഥി മന്ദിരങ്ങൾ ഒരുക്കുന്നു. അധിക വരുമാനം ലക്ഷ്യമിട്ടാണ് പദ്ധതി. ആദ്യത്തെ ഗസ്റ്റ് ഹൗസുകൾ ചെറുതോണിയിലും പൈനാവിലും മാർച്ച് 15 തുറക്കും. ജലശുദ്ധീകരണ ശാലകൾക്കും ടാങ്കറുകൾക്കും മുകളിലും താഴെയുമായിട്ടാണ് ഈ മുറികൾ എന്നതാണ് സവിശേഷത. 72 ലക്ഷം രൂപ ചെലവിട്ടാണ് അതിഥി മന്ദിരങ്ങൾ നിർമ്മിച്ചത്. മാർച്ച് 15 മുതൽ പൊതുജനങ്ങൾക്ക് സഞ്ചാരികൾക്കും താമസിക്കാം. ചെറുതോണി അണക്കെട്ടിന് അഭിമുഖമായാണ് അതിഥി മന്ദിരം. 15 ലക്ഷം ലിറ്റർ ശേഷിയുള്ള വാട്ടർ ടാങ്കിന് മുകളിലായി 2 സ്യൂട്ട് റൂമുകളും 4 ഡീലക്സ് റൂമുകളും 200 പേർക്ക് ഇരിക്കാവുന്ന പെരിയാർ എന്ന കോൺഫറൻസ് ഹാളുമുണ്ട്. ഇടുക്കി ഡാമിൻ്റെ കാഴ്ച ആസ്വദിക്കാം. പാർക്കിംഗ് സൗകര്യമുണ്ട്. ഇടുക്കി മെഡിക്കൽ കോളേജിന് പിന്നിലൂടെയുള്ള വഴിയിലൂടെ ഇവിടെ എത്താം. പൈനാവിൽ 2.5 ലക്ഷം ലിറ്റർ ശേഷിയുള്ള പ്ലാന്റിന് താഴെയായി 3 സ്യൂട്ട് റൂമുകളും 2 സാധാരണ മുറികളുമുണ്ട്. പൈനാവ് ടൗണിൽ SBTയുടെ എതിർവശത്താണ് ഗസ്റ്റ് ഹൗസ്. പാർക്കിംഗ് സൗകര്യമുണ്ട്. സ്യൂട്ട് റൂമുകൾക്ക് 3000 രൂപയാണ് ദിവസവാടക. സാധാരണ റൂമുകൾക്ക് 1000 രൂപ. കോൺഫറൻസ് ഹാളിന് ഒരു ദിവസം 10,000 രൂപ. ഡോക്ടർമാരുടെ സമരം ഇന്ന് ശക്തമാക്കും. ശമ്പള കുടിശ്ശിക അനുവദിച്ച് സമരം അവസാനിപ്പിക്കാൻ സർക്കാർ തയ്യാറാകാത്തതിൽ പ്രതിഷേധിച്ച് ഇന്ന് 10 എല്ലാ മെഡിക്കൽ കോളേജുകളിലും പ്രതിഷേധ യോഗങ്ങൾ സംഘടിപ്പിക്കുമെന്ന് കേരള ഗവൺമെൻറ് മെഡിക്കൽ ടീച്ചേഴ്സ് അസോസിയേഷൻ
സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ടി റോസ്നാര ബീഗവും ജനറൽ സെക്രട്ടറി ഡോക്ടർ CS അരവിന്ദും അറിയിച്ചു. UGC സ്കീമിന് കീഴിലുള്ള ആർട്സ് ആൻഡ് സയൻസ് കോളേജ് അധ്യാപകർക്ക് 2019 ഏപ്രിൽ മുതലുള്ള കുടിശ്ശിക അനുവദിച്ചു. എന്നാൽ മെഡിക്കൽ കോളേജ് അധ്യാപകരായ ഡോക്ടർമാരെ പൂർണ്ണമായി ഒഴിവാക്കി UGC ഗ്രാന്റ് ലഭിക്കാത്തതും സംസ്ഥാനത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിയുമാണ് കാരണമായി സർക്കാർ പറയുന്നത്. മെഡിക്കൽ കോളേജ് ഡോക്ടർമാരുടെ ശമ്പള പരിഷ്കരണം ഒരിക്കലും UGC ഗ്രാന്റ് ഉപയോഗിച്ചായിരുന്നില്ല. അതിന് മുഴുവൻ ഫണ്ടും സംസ്ഥാന സർക്കാരാണ് അനുവദിക്കുന്നത്. വസ്തുതകൾ വളച്ചൊടിച്ച് സമരത്തെ തകർക്കാനുള്ള ശ്രമങ്ങൾ അംഗീകരിക്കാനാവില്ല. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന് മുന്നിൽ ഡോക്ടർമാർ നടത്തുന്ന റിലേ ഉപവാസം ഇന്നലെ 31 ദിവസം പിന്നിട്ടു. മിൽമ പുതിയ ഉൽപ്പന്നങ്ങൾ പുറത്തിറക്കി. മിൽമയുടെ ആദ്യ പ്രോട്ടീൻ സമ്പുഷ്ട ഉൽപ്പന്നമായ ന്യൂട്രി ലെവൽ പുറത്തിറക്കി. മന്ത്രി J. ചിഞ്ചു റാണി മിൽമ ചെയർമാൻ KS മണിക്ക് നൽകി ഉദ്ഘാടനം നിർവഹിച്ചു. മിൽമയുടെ പുതിയ ഉൽപ്പന്നങ്ങളായ കഫേ മോക്ക, കോൾഡ് കോഫി എന്നീ മിൽക്ക് ഷേക്കുകളും ഇതോടൊപ്പം പുറത്തിറക്കി. 2 ആഴ്ചയ്ക്കുള്ളിൽ ഉൽപ്പന്നങ്ങൾ വിപണിയിലെത്തുമെന്ന് മിൽമ അറിയിച്ചു. ന്യൂട്രി ലെവൽ 200 മില്ലി പാക്കറ്റിലും 70 രൂപ, കോൾഡ് കോഫിയും കഫേ മോക്കയും 150 മില്ലി ബോട്ടിലുകൾക്ക് 40 രൂപ വീതം ലഭ്യമാണ്. മിൽമ MD ആസിഫ് K. യൂസഫ്, മിൽമ മലബാർ യൂണിയൻ MD KC ജെയിംസ്, തിരുവനന്തപുരം മേഖലാ ചെയർപേഴ്സൺ മണി വിശ്വനാഥ് തുടങ്ങിയവർ പ്രസംഗിച്ചു. അടുത്ത വാർത്താ ബുള്ളറ്റിനുമായി വീണ്ടും കാണാം.